ഞങ്ങളുടെ ഈവനിങ് വാക്ക്, ഇന്നത്തെ ഈവനിങ് വാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കെൻ സെബാസ്റ്റ്യൻ, മുഹമ്മദ് ഷാഫി ആൻഡ് ജെനിയ. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് നടക്കാനിറങ്ങുക. മിഷൻ പല്ലേക്കത്തത് ചൂടാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. എൻ്റെ പല്ല് നല്ല ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരാൾ എൻ്റെ കൂട്ടത്തിലുണ്ട്. സ്ഥിരമായിട്ട് പല്ല് ക്ലിയർ ആയിരിക്കണമെന്ന് വളരെ നിർബന്ധമുള്ള ഒരാളാണ്. അതെ അതെ, നമ്മുടെ കെൻ സെബാസ്റ്റ്യൻ, നമ്മുടെ അയൽവാസിയുടെ വീടാണ്. മിസ്റ്റർ സിദ്ധാർത്ഥൻ. അതെ 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 അതെ. ഇതാണ് നമ്മുടെ അയൽവാസിയാണ്. അയൽവാസി ചെറിയ രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കാൻ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ആ ഇതാണ് നമ്മുടെ അയൽവാസി സിദ്ധാർത്ഥൻ. കാണാവാ? ഇല്ല, കാണാൻ പാടില്ല. ഇപ്പം ഇന്ന് നമ്മൾ എന്താ പറഞ്ഞത്, പ്രാക്ടീസ് അല്ലേ. ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലേ. വണ്ടി ഓടിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? വണ്ടി ഓടിക്കാനായിട്ട് പ്രാക്ടീസാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലൊരു പ്രാക്ടീസുണ്ട്. ലൈഫിലൊരു പ്രാക്ടീസുണ്ട്. വണ്ടി ഓടിക്കാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസ് ഇല്ലെങ്കിൽ നടക്കത്തില്ല. ആ പ്രാക്ടീസ് ഇല്ലെങ്കിൽ നടക്കത്തില്ല, മനസ്സിലായോ? അത് നന്നായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടീസ് വേണം. അല്ലേ? അപ്പോൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ലക്ഷണം എന്താണ്? ഒരു പ്രാക്ടീസ്. അവർക്ക് എന്താ കിട്ടുന്നത്? അവർക്ക് അവരുടെ ക്ലാരിറ്റിയാണ് കിട്ടുന്നത്. ഈ പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് മയക്കുമരുന്നിലോട്ടും മയക്കുമരുന്നിലോട്ടും കല്ലിലും കഞ്ചാവിലോട്ടും അടിയും വഴക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് അതിൽ വഴക്കിലോട്ട് പോകുന്നത്. വഴക്കിലോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്കും അസ്വസ്ഥത ഉണ്ടാകുന്നത്. കാരണം ഒരു പ്രാക്ടീസും ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാക്ടീസ് വേണ്ടേ? നമ്മളോട് നമുക്ക് താല്പര്യം എങ്ങനെ നിലനിർത്താൻ പറ്റും? ഇപ്പൊ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാക്ടീസും ഇല്ല, അവരിങ്ങനെ പോവുകയാണ്. മനസ്സിലായി? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഭാഗത്താണ്. മനസ്സിലായി? നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഭാഗത്ത് നിന്ന് മനുഷ്യൻ മാറിയിരിക്കണം. ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്ന് മാറിയാൽ മാത്രമേ നമുക്ക് നമ്മളെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പലരും ചിലവർ ചെയ്യണം എന്താണ്? ടൈം ടേബിൾ ഉണ്ടാക്കും. ഈ ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിന് ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ടൈം ടേബിൾ ഉണ്ടാക്കുന്നത്. ഈ ടൈം ടേബിളിനകത്ത് അവർ നിൽക്കണം. നിന്നാൽ മാത്രമേ അവർക്കൊരു ഹാർമണി ഉള്ളൂ. അത് ആവശ്യമാണ്. പക്ഷേ ഈ ടൈം ടേബിളിനുള്ള കുഴപ്പം എന്താണ്? ടൈം ടേബിൾ തെറ്റിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കര പ്രശ്നത്തിലാണ്. മനസ്സിലായോ? ടൈം ടേബിളിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് പറ്റണില്ല. ടൈം ടേബിളിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ഈ ടൈം ടേബിൾ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ സമയത്ത് ടൈം ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവർ കിടന്ന് പാടുവിടും. ഇത് ഇവർ പാടുപെടാതിരിക്കാനാണ് ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത്. മനസ്സിലായി? സ്ഥിരമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ ആ സ്ഥിരത എന്ന് പറയുന്നത് അവരുടെ മാർജിനാണ്. ആ ശ്രദ്ധിക്കാനുള്ള കഴിവ് അവിടെ സ്ഥിരപ്പെടുകയാണ്. ഈ മാർജിനകത്താണ് അവർ നിൽക്കേണ്ടത്. ഈ മാർജിനകത്തുനിന്ന് പോകരുത്. മനസ്സിലായോ? ഈ ഇക്കരെ പച്ചയാണ്. അപ്പൊ ഒരു മാർജിനും ഇല്ലാത്തതുകൊണ്ട് എന്ത് പറയണമെന്ന് ഒരു വ്യവസ്ഥയില്ല. എന്ത് കണ്ടാലും അത് ശരിയല്ല, അത് അക്രമമാണ്, അത് വഞ്ചനയാണ് എന്നൊക്കെ തോന്നുന്നത് അതുകൊണ്ടാ. എന്താണ് അടിസ്ഥാനം? അടിസ്ഥാനം അവനവന്റെ തെളിച്ചമാണ്. ഈ തെളിച്ചത്തിലോട്ട് വരണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു ബോർഡർ നിശ്ചയിക്കണം. അല്ലേ? നമ്മളെടുത്തിരിക്കുന്ന ബോർഡർ എക്സ്പാൻഷനും കോൺട്രാക്ഷനാണ്. ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും അനുഭവിച്ചുകൊണ്ട് ആണ് നമ്മൾ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്. നമ്മുടെ ശ്രദ്ധ നമ്മളെ അനുഭവിക്കുന്നത് ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും അകത്താണ്. അത് വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ. ഇതിന്ന് ശ്രദ്ധ മാറാതിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അതെ 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 അതെ. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണം. അതില് അതെ അതെ അപ്പോഴല്ലേ കാര്യമുള്ളൂ. അതെ 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 അതെ. അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഡൈവേർഷൻ സംഭവിക്കുന്നത്. അതെ 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 അതെ. ഒരു പ്രാക്ടീസും ഇല്ല. അതുകൊണ്ട് എന്താണ് പറയേണ്ടത്, എന്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു പിടുത്തവും ഇല്ല. അപ്പം നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ളൊരു മാനദണ്ഡം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ അത് വളരെ സിമ്പിളാണ്. നമ്മൾ തന്നെ ഒരു മാനദണ്ഡം ഉണ്ടാക്കി വെച്ച് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന മാനദണ്ഡത്തിന്റെ ഭാഗത്ത് നമുക്ക് കൃത്യമാണല്ല. അതുകൊണ്ടാണ് അത് കൃത്യമായത്.
കാരണം അവിടെ ആ കൃത്യത്തെ അറിയാൻ നമ്മൾ അവിടെ എപ്പോഴും അവൈലബിൾ ആണ്. പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ മാനദണ്ഡം ഉണ്ട്. പക്ഷെ ഈ മാനദണ്ഡത്തിന് യാതൊരു മാനദണ്ഡവും ഇല്ല. മാനദണ്ഡം ചിന്തയില്ല, അതെ, സങ്കല്പത്തില്ല. ഇവരിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു ഇവർ അറിയുന്നില്ല. ഇല്ല. നമ്മൾ ഈ പറയുന്ന എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഓക്കെ ഞാൻ ഇതിനകത്തുനിന്ന് കൈവിട്ടു പോകുന്നു, ഞാൻ അസ്വസ്ഥനാകുന്നു, ഞാൻ അറിയുന്നുണ്ട് ഞാൻ അസ്വസ്ഥനാകുന്നുണ്ടെന്ന്. അപ്പൊ എനിക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. എന്റെ അതിരുകൾ ഞാൻ അറിയാൻ. ഓക്കെ, എനിക്ക് ഇതിനകത്തെ ക്ലാരിറ്റി ഉള്ളു, ഇതിനപ്പുറത്തോട്ട് എനിക്ക് ക്ലാരിറ്റി ഇല്ല, വേറെ ഒന്നും ചെയ്യാനില്ല. അതെ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ 4 പേര് കൂടി ഒരുമിച്ച് നടക്കുന്നു. ഓക്കെ, പരസ്പരം ഉള്ളൊരു അകൽച്ച ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ. അല്ലാതെ ഒരാളെ ചെന്ന് ഇങ്ങനെ തള്ളി മാറ്റി അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ലല്ലോ അല്ലേ. എല്ലാവർക്കും പരസ്പരം ഒരു ധാരണ ഉണ്ടാകണം. എന്താ അപ്പൊ ഈ ജീവിതത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ സംഗീതത്തിൽ തന്നെ നോക്കിക്കേ, ആ സാരി ഗമ പതനിസ, അത് ഒരു പ്രത്യേക ഫീൽഡിനകത്താണ് ഈ സരിഗമ വരുന്നത് അല്ലേ. അല്ലാണ്ട് അത് വെറുതെ ഇങ്ങനെ അടിസ്ഥാനം ഇല്ലാണ്ടല്ല, അതിനിങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. അത് തന്നെ ആ ഓർഡറിനകത്ത് ആ സരിഗമ. അതുപോലെ നൃത്തം അല്ല, എന്തുകൊണ്ടാണ് ഇത്ര പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്? എന്തിനാണ് ഈ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്? അതിനൊരു പർട്ടിക്കുലർ വ്യവസ്ഥയുടെ അകത്താണ് ഈ പ്രാക്ടീസ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് നിരന്തരം പ്രാക്ടീസിലായിരിക്കണം. നിരന്തരം പ്രാക്ടീസിലാണെങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്താണ് നിങ്ങളുടെ പ്രാക്ടീസിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ എൻ്റെ പ്രാക്ടീസിനെ പറ്റിയിട്ട്? എൻ്റെ പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ആണല്ലോ. അല്ല, ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഇപ്പം ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പം എന്നാലും 2 വർഷം അടുത്തല്ലേ ആയിട്ടുള്ളൂ. 3 വർഷമായി. 3 വർഷമായി. ഓക്കെ, 3 വർഷം കണക്ക് പറയണല്ലേ. ഞാൻ ഇവിടെ വന്ന് 2 വർഷമായി. അതിന് മുമ്പ് തുടങ്ങി. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാനത് അറിയാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. എന്റെ ശ്രദ്ധയിൽ കൊണ്ട് ഞാൻ അറിഞ്ഞില്ലെങ്കിലും എന്റെ ശരീരം എക്സ്പാൻഷൻ കോൺട്രാക്ഷനും ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അതിന്റെ കൂടെ കൂടിയിട്ട് 3 വർഷം കൂടിയപ്പോ കാര്യങ്ങൾ എളുപ്പമായി. അതെ, മറ്റേത് അത് നടക്കുന്നുണ്ട്, ഞാൻ വേറെ നടക്കുകയാണ്. അതെ നോക്കട്ടെ, ഇതൊന്ന്